ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ ലോസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. ടെക്നോളജി വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ എറ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു എസ്സേ. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രൊമിനൻറ്റ് ഗ്ലോബൽ ലാംഗ്വേജ് ആണ് കമ്മ്യൂണിക്കേഷന്. നിയർലി ഒരു 2 ബില്യൺ പീപ്പിൾ അത് സംസാരിക്കുന്നു എന്നാണ് ഈ ആർട്ടിക്കിൾ എഴുതിയ സമയത്ത് പറഞ്ഞത്. ഐ ഡോണ്ട് നോ വെൻ. അപ്പോൾ ഒരുപാട് പീപ്പിൾ സംസാരിക്കുന്ന ലാംഗ്വേജ് ആണ്, അത്ര എഴുതിയാൽ മതി. ഒരുപാട് പീപ്പിൾ സംസാരിക്കുന്ന ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ആൻഡ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് ഒരുപാട് എക്സ്റ്റൻസീവ് വൊക്കാബുലറി ഉള്ളൊരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിനെ തന്നെ ഫോളോ ചെയ്ത് വരുന്ന നെക്സ്റ്റ് ഒരു മെയിൻ ആയിട്ട് ഒരുപാട് പേര് സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ചൈനീസ് അല്ലെങ്കിൽ മാൻഡറിയൻ എന്ന് പറയുന്ന ലാംഗ്വേജും ദെൻ ഹിന്ദി പോലത്തെ കുറേ വേറെ ലാംഗ്വേജസ്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കൾച്ചറൽ ലാംഗ്വേജ് ആണ്. മോർ ദാൻ ഒരു 100 കൺട്രീസ് തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് മെയിനായിട്ടൊരു ലാംഗ്വേജ് ആയിട്ട് ഫസ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിലും അവരുടെ ഫോർമൽ കാര്യങ്ങളിൽ ഗവൺമെൻറ് കാര്യങ്ങളിലൊക്കെ ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പ്രൊമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്തത് കൊണ്ടാണ് ഈ ഇംഗ്ലീഷിന് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്നൊരു പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻ്റ് ലാംഗ്വേജ് യൂസ് ഫോർ ബിസിനസ്, ഇൻ്റർനാഷണൽ റിലേഷൻ ആൻഡ് അതർ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓൾ അക്രോസ് ദ വേൾഡ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ആയതുകൊണ്ടും ഈ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇവോൾവ് ചെയ്തുകൊണ്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഒരു എവല്യൂഷൻ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, പിന്നെ ടെക്നോളജി ഇപ്പോൾ വൈഡ്ലി എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നല്ലോ. അപ്പോൾ അതിന് മുന്നേ നമ്മളിപ്പോൾ ആർക്കടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ലെറ്റർ എഴുതും, ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള സാധനങ്ങൾ എഴുതുമായിരുന്നു. അപ്പം ഇപ്പോൾ ടെക്നോളജി വൈഡ്ലി എസ്റ്റാബ്ലിഷ് ആയതപ്പോൾ ഈ അങ്ങനെ ആ ഒരു ലാംഗ്വേജിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് തന്നെ എവല്യൂഷൻ സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ ഒരു റീഡ് ആൻഡ് റൈറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് അന്നത്തെ കാലത്ത് ലെറ്ററിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പോൾ ടെലിഗ്രാഫ് പോലത്തെ സാധനങ്ങളിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്ന പല മെസ്സേജുകളും ഇപ്പോൾ ഓൺ ദി സ്പോട്ടിൽ എത്തുന്ന പോലെ ലെറ്റർ എന്ന് പറയുന്ന സംഭവം തന്നെ ഇപ്പോൾ അധികം ഇല്ല. ഇപ്പോൾ ലെറ്ററിന് പകരം മെയിലിംഗ് ആണ്. അങ്ങനെ പല പല ചേഞ്ചസ് ആ ഒരു എവല്യൂഷനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പോസ്റ്റൽ സിസ്റ്റം ടു ഡെലിവർ ഹാൻഡ് റിട്ടൺ മെസ്സേജ് വി അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ് കാരിയേഴ്സ് അല്ലെങ്കിൽ പീജിയൻസ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു സംഭവത്തിൽ നിന്ന് ഇപ്പോൾ ഇവിടം വരെ എത്തി എന്നുള്ളൊരു തോട്ടിന് ആ ഒരു ലാംഗ്വേജിൻ്റെ എവല്യൂഷൻ നമുക്ക് കാണിച്ചു തരും ഇന്ന് ഡിജിറ്റൽ എറ. അപ്പം കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഇവോൾവ്ഡ് ആയി. കാലിഗ്രാഫി, ഇങ്ക് ബേസ്ഡ് ഹാൻഡ് റിട്ടൺ ടെക്സ്റ്റിനെക്കാട്ടിലൊക്കെ മേളിൽ പ്രൊമനൻസിൽ ഇപ്പോൾ എന്താണുള്ളത്, ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. അപ്പോൾ അന്ന് ആ ഒരു 1439 ജോഹന്നസ് ഗുട്ടൻബർഗ് ആ ഒരു പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്ത സമയം. അതാണ് ഏറ്റവും നമുക്കൊരു ഫസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ടെക്നോളജിക്കൽ ഇൻഫ്ലുവൻസ് ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ഹാൻഡ് ഇങ്ക്ഡ് കാലിഗ്രാഫി എന്ന് പറയുന്ന സംഭവത്തിൽ മാറി ഇങ്ങനെ പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന സംഭവത്തോട്ട് വന്നു. അപ്പോൾ ഈ അന്ന് എഴുതുന്ന ആ ഒരു കാലിഗ്രാഫി ആയിട്ട് ഇങ്ക്ഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്ന ആ സംഭവത്തിനായിരുന്നു ഒരു ഗ്രാൻഡിയർ ആൻഡ് റോയാലിറ്റി ഉണ്ടായിരുന്നത്. പക്ഷെ മാസമായിട്ട് പ്രിൻറ്റ് ചെയ്ത് കൂട്ടുന്ന ഈ ബുക്കിനൊക്കെ ചീപ്പർ മീഡിയം ഫോർ ലോവർ ആൻഡ് മിഡിൽ ക്ലാസ് ആയിട്ടായിരുന്നു അന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്യൂ കോഴ്സിൽ അത് മാറി ഒരുപാട് ഈ സംഭവം സ്പ്രെഡ് ആവാൻ തുടങ്ങി. വൈഡർ ഓഡിയൻസിൻ്റെ അടുത്ത് കാര്യങ്ങൾ എത്താൻ തുടങ്ങി. എക്സ്ചേഞ്ചിങ് ഓഫ് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻസ് അങ്ങനെ അതൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു പ്രിൻറ്റിംഗ് പ്രസ് എന്താണ് ആ ഒരു ഐഡിയാസ് ആൻഡ് സ്ക്രിപ്റ്റേഴ്സിനെ ഡോക്യുമെൻറ്റ് ചെയ്യാനും എഫക്റ്റീവ്ലി സ്റ്റോർ ചെയ്യാനുള്ളൊരു പിന്നെ എപ്പോൾ വേണമെങ്കിലും റെഫർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലോട്ട് ആക്കി കൊടുത്തു. അപ്പോൾ ലൈബ്രറീസൊക്കെ അങ്ങനെ ബുക്കും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഒരുപാട് ഫിലോസഫേഴ്സ്, റൈറ്റേഴ്സ്, അക്കാഡമിയൻസ് അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ വർക്ക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, ഒരുപാട് വൈഡർ ഓഡിയൻസിനെ റീച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആയി. അപ്പോൾ ഈ പ്രിൻറ്റിംഗ് പ്രസ്സാണ് ആ ഒരു ലാംഗ്വേജിനെ ഒരു ഗ്ലോബൽ എക്സ്ചേഞ്ചിലോട്ടുള്ള ഒരു പ്രൈമറി വേ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഗ്രീക്ക്, ലാറ്റിൻ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരുപാട് ലാംഗ്വേജിനെ ഓവർടേക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് മാറി ആ ഒരു ഇൻ്റലക്ച്വൽ ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ്റെ ഒരു പോപ്പുലർ ലാംഗ്വേജ് ആയിട്ട് എമേർജ് ചെയ്തു. ഓക്കെ, അപ്പം ഗ്ലോബൽ അഡോപ്ഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് പോപ്പുലേഷൻ്റെ ഒരു റൈസിന് കാരണമായി ഓൾ ഓവർ ദ വേൾഡ്. അപ്പം ആ ഒരു ഇംഗ്ലീഷിനോടുള്ള ആ ലാംഗ്വേജിനോടുള്ള ഒരു കമാൻഡ്, അതിൻ്റെ ഫ്ലുവൻസിക്കുള്ള ഒരു സംഭവം, ആ ഒരു സ്കോളർഷിപ്പ്, ആ ഒരു ലിറ്റററി സുപ്രിമസി അതുള്ളവർക്ക്, അപ്പം അങ്ങനെയൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ട് മാറി. സയൻറ്റിസ്റ്റ്, ആർട്ടിസ്റ്റ്, ഓതേഴ്സ് അക്രോസ് ദ വേൾഡ് were now able to find a much larger audience for their work. ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നു, ഒരുപാട് ആൾക്കാരുടെ റീഡർഷിപ്പ് കിട്ടും. അങ്ങനെ ആ ഒരു ഗ്ലോബൽ കോപ്പറേഷനിലൊക്കെ ഈ ഒരു ലാംഗ്വേജ് ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആവാൻ തുടങ്ങി. ഒരു വൈഡർ കൺസംഷനാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് കിട്ടിയത്. ഒരുപാട് സ്ക്രിപ്റ്റേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് വർക്ക്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അത് പ്രിൻറ്റ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ലാസ്റ്റ് ഓൺലൈൻ പബ്ലിക്കേഷൻസ് വരെ ആവാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഡിജിറ്റൽ റെവല്യൂഷൻ നമ്മളുടെ മുന്നിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആൻഡ് ന്യൂ വേസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഈച്ച് അതായിരുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇമെയിൽസ്, അതിനുശേഷം സോഷ്യൽ മീഡിയ റെവല്യൂഷൻ വല്ലാതെ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ പല കാര്യങ്ങളിലും ചേഞ്ച് ആക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ലാംഗ്വേജിൽ മാത്രമല്ല
ലൈക്ക് എല്ലാം വി ഇൻട്രാക്ട്, അങ്ങനെ ചെറിയ ബേസിക് കാര്യങ്ങൾ തൊട്ടിട്ട് അപ് ടു ദി മോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്ന സംഭവമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ റെവല്യൂഷൻ. SMS എറ, അതിനുശേഷം വാട്സപ്പ് ജനറേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ വന്നു. അത് ഒരുപാട് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള എന്താ പറയുക ലൈക്ക് കമ്മ്യൂണിക്കേഷന് ഹെൽപ്പായി. പിന്നെ പല പല ആപ്പുകളും ഇതേപോലെ. അതിനുശേഷം എന്താ ന്യൂ വൊക്കാബുലറി ഈസ് എമേർജിങ് ഇൻ ടുഡേയ്സ് ഡിജിറ്റൽ വേൾഡ്. നമ്മളുടെ ആ ഒരു അക്രോണിംസ് ഒക്കെ വരുന്നത് ഓ മൈ ഗോഡ്, OMG, talk to you later, TTYL, laugh of loud, LOL. അത് അവസാനം അതൊരു വേർഡായിട്ട് മാറുന്നതായി. ആദ്യം അത് ഷോർട്ടായിട്ട് യൂസ് ചെയ്തില്ലായിരുന്നു, പിന്നെ അത് വേർഡായിട്ട് മാറുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ന്യൂ വൊക്കാബുലറി ഈസ് എമേർജിങ് ഇൻ ടുഡേയ്സ് ഡിജിറ്റൽ വേൾഡ്. അപ്പോൾ ആ ഒരു സെൽഫി, ഇമേജ്, നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് സെൽഫി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നു. ഫ്രണ്ട് ലൈക്ക് നമ്മളൊരാളെ ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അൺഫ്രണ്ട് ചെയ്യുക, അങ്ങനത്തെ പുതിയ പുതിയ വേർഡ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഡിജിറ്റൽ വേൾഡിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ദ ഇൻട്രഡക്ഷൻ ഓഫ് ദി ഫ്രണ്ട് ക്യാമറ ഇൻ മോഡേൺ ഡേ സ്മാർട്ട് ഫോൺസ് ഗേവ് ബർത്ത് ടു ദ കോൺസെപ്റ്റ് ഓഫ് സെൽഫി. ഫ്രണ്ട് ക്യാമറയാണ് സെൽഫി എന്നൊരു വേർഡ് വന്നത്. ഫേസ്ബുക്ക് ഒരു പൈനിയർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഒരു ന്യൂ ലിങ്കോ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ അതിന് പറ്റിയെന്നാണ് പറയുന്നത്. ഒരു ഫ്രണ്ട് റിക്വസ്റ്റ്, അൺഫ്രണ്ടിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് അവിടെ നിന്നൊക്കെ ആയിരുന്നു. പിന്നെ BFF, ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ, ബിഫോർ എനി വൺ എൽസ്, പിന്നെ ROFL, റോളിങ് ഓൺ ദ ഫ്ലോർ ലാഫിങ് ഔട്ട് ലൗഡ്. അതിനുശേഷം പിന്നെ ഇൻവെൻഷൻ ഓഫ് ഇമോജീസ്, അതും ഒരു ന്യൂ ഡയമെൻഷൻ ഓഫ് എക്സ്പ്രഷൻ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ പ്രൊമിനൻറ്റ് കൺവെർസേഷനിൽ ഇമോജി ഇല്ലാത്തത് വളരെ കുറവായിരിക്കും. നമ്മുടെ ലാഫ്റ്റർ കാണിക്കാൻ, ആങ്കർ കാണിക്കാൻ, ഷോക്ക്, സർപ്രൈസ്, സെലിബ്രേഷൻ, എല്ലാത്തിനും നമ്മുടെ ഇമോജി ഉണ്ട്. അപ്പോൾ അതൊക്കെ കമ്മ്യൂണിക്കേഷന് ഒരുപാട് ചേഞ്ച് വരുത്തി എന്നാണ് പറയണത്. ദെൻ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഇൻ ടേംസ് ഓഫ് സ്പെൽ ചെക്ക്, ഓട്ടോ കറക്റ്റ്, ഈവൻ AI ബേസ്ഡ് സെൻറ്റൻസ് കറക്ഷൻ, സെൻറ്റൻസ് സജഷൻ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ല ഡെവലപ്മെൻ്റ് ആണ് ഈ ഡിജിറ്റൽ ഇറയിൽ വന്നിട്ടുള്ളത് ഇൻ ടേംസ് ഓഫ് ലാംഗ്വേജ്. ദെൻ ഇപ്പോൾ നമ്മുടെ ChatGPT പോലത്തെ ആണെങ്കിൽ AI, പിന്നെ ബാർഡ്, ഗൂഗിളിൻ്റെ ബാർഡ്, ഇതൊക്കെ കോണ്ടന്റ് ക്രിയേഷന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മെക്കാനിസ്റ്റിക് ആയിട്ട് ഉണ്ടാക്കിയായിരുന്നു. ഓക്കെ, വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡ്, അതിന് തന്നെ സ്പെൽ ചെക്ക് ഉണ്ട്, ഗ്രാമർ ചെക്ക് ഉണ്ട്, ടൊണാലിറ്റി ഉണ്ട്, AI ബേസ്ഡ് റെക്കമെൻഡേഷൻ ഫീച്ചേഴ്സ്, അങ്ങനത്തെ പല കാര്യങ്ങളും അതിനകത്ത് കൊണ്ടുവന്നിട്ട് ആ ഒരു ലാംഗ്വേജിനെ ഫുള്ളി ഡിജിറ്റൽ എറയിൽ ഡെവലപ്ഡ് ആക്കിയിട്ടും അതിനെ ഹെൽപ്ഫുൾ ആക്കിയിട്ടുമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആർട്ട് ഓഫ് റീഡിങ്, ഇന്ന് എന്താ പറയുക, ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് ഓഡിയോ, അങ്ങനത്തെ സംഭവങ്ങളും ഓഡിബിൾ പോലത്തെ നമുക്ക് ഓഡിയോ ബുക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. And handwritten text is extremely rare with easy access keyboard available with autocorrect and sentence completion software. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര വലിയൊരു ഡിജിറ്റലൈസേഷൻ തന്നെയാണ് ലാംഗ്വേജിൻ്റെ ടേംസിൽ, എസ്പെഷ്യലി ഇൻ ഇംഗ്ലീഷ്. ഡിജിറ്റലിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഫസ്റ്റ് ഇംഗ്ലീഷ് വെച്ചിട്ടാണ് പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കുന്നതും ഇങ്ങോട്ട് വരുന്നതും എന്ന് പറയുന്നതും കൂടെ ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഇംഗ്ലീഷുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടോപ്പിക്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എനിക്ക് പറ്റാവുന്ന പോലെ അത് ക്ലിയർ ചെയ്ത് തരാം. സോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ, ബൈ ഫ്രം ലോസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. സ്റ്റേ സേഫ് എവ്രിവൺ.